എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണേ. ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് അരി വേണ്ട, അരിപ്പൊടി വേണ്ട, മൈദ വേണ്ട, ഗോതമ്പ് പൊടി വേണ്ട, രായിപ്പൊടി വേണ്ട, റവ, ഇതൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തിയും സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 3/4 കപ്പ് ചെറുപയർപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ജവ്വരി. ഇത് മൂന്നും തന്നെ 4 മണിക്കൂർ നമുക്ക് കുതിർത്തി വെക്കാം. 4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഫസ്റ്റ് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പരിപ്പും ജവ്വരി അരയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. ഉഴുന്നിൻ്റെ കൂടെ തന്നെ പരിപ്പ് അരച്ചത് ചേർക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോൾ ദോശയ്ക്ക് നല്ല കളറ് കിട്ടും. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. മാവിൻ്റെ പാകം ഇതാണ് കേട്ടോ. ഇത്ര കട്ടിയിലുണ്ടാവണം മാവ്. നമുക്ക് നാളെ രാവിലെ എടുക്കുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ ചെയ്യാണ്ട്, അപ്പോൾ മാവ് കുറച്ചും കൂടി ലൂസാവും. അരയ്ക്കുമ്പോൾ ഈ പാകത്തിന് ഇത് തന്നെ അരച്ചോളും. ഇനി നമുക്കിത് 8 മണിക്കൂർ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് പുളിക്കാൻ വെച്ചിട്ട് 8 മണിക്കൂർ ആക്കിയിട്ട് നല്ലോണം പുളിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ഉണ്ടാന്ന് നോക്കിക്കോളൂ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തോളൂ. നമുക്ക് മാവിന് ഒരു മിക്സ് റെഡിയാക്കാം. മിക്സ് റെഡിയാക്കാനായിട്ട് പകുതി തക്കാളി, 5-6 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, 5 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഈ മിക്സിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത തക്കാളിയുടെ മിക്സ് മാവിലേക്ക് ചേർക്കുന്നുണ്ട്. പരിപ്പിട്ട ദോശയായ കാരണം ഇതുപോലെ മിക്സ് ഉണ്ടാക്കിയിട്ട് ദോശ റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ മിക്സ് ഇല്ലാണ്ടും ഉണ്ടാക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. എല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. ഈ ദോശ നമുക്ക് കനത്തിലും റെഡിയാക്കാം, കനം കുറച്ചും റെഡിയാക്കാം കേട്ടോ. ഏത് രീതിയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ റെഡിയാക്കി എടുത്തോളൂ. ഒന്ന് റെഡിയാവുമ്പോൾ കുറച്ച് എണ്ണ സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവിൽ പരിപ്പിൻ്റെ ടേസ്റ്റ് അതൊന്നും വരില്ല കേട്ടോ. അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. കാരണം എന്താ വെച്ചാൽ 8 മണിക്കൂർ നമ്മൾ പുളിക്കാൻ വെച്ചിട്ടാണ് ദോശ റെഡിയാക്കണേ. പരിപ്പിട്ടൊക്കെ ദോശ റെഡിയാക്കുമ്പോൾ അരച്ച് അപ്പം ഉണ്ടാക്കിയാൽ മാത്രമേ ആ പരിപ്പിൻ്റെ സ്വാദ് മാവിൽ വരുള്ളൂ. പുളിപ്പിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ മാവിൽ ആ സ്വാദൊന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഇനി ഈ ദോശ മറിച്ചിടാം. അടിഭാഗം റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം ഇപ്പോൾ റെഡി ആയിട്ടാ. ബാക്കിയുള്ള ദോശയൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാ ദോശയും നമ്മൾ റെഡിയാക്കി എടുത്തു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയും കൂടിയ. എപ്പോഴും അരി അരച്ച് അല്ലെങ്കിൽ അരിപ്പൊടി, ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.